അപ്പൊ നമ്മൾ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ് സ്റ്റോറി ലൈൻ. അപ്പം ടാബ്ലോയില് ഉള്ളൊരു പുതിയ ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം, സ്റ്റോറി ലൈൻ ആഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പം ഡാഷ്ബോർഡിന്റെ ഇപ്പുറത്ത് ഒരു ഐക്കൺ കാണാം, ന്യൂ സ്റ്റോറി എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ ഷീറ്റ്, അതായത് വർക്ക് ഷീറ്റ് വന്നിട്ടുണ്ടാവും. പിന്നെ എന്താ, നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ആ ഡാഷ്ബോർഡ് വന്നിട്ടുണ്ടാവും. അപ്പം വർക്ക് ഷീറ്റ് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആ ഡാഷ്ബോർഡിന് മൊത്തത്തിൽ ഡ്രാഗ് ചെയ്തിടാം. അപ്പൊ ഞാനിവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഡാഷ്ബോർഡിനെ ഡ്രാഗ് ചെയ്തിട്ടു. ദെൻ നമുക്ക് വേണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാൻ പറ്റും. അതാണ് ഈ സ്റ്റോറി ലൈനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ഇതിനും ഓരോ ക്യാപ്ഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഓരോന്നിനും നമുക്ക് ഓരോ ക്യാപ്ഷൻ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് പോവാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വേറെ അടുത്ത ക്യാപ്ഷൻ കൊടുക്കുക. അതായത് നമ്മൾ ഈ വിഷ്വലിലുള്ള ഓരോന്നും നമുക്ക് വേണമെങ്കിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു ക്യാപ്ഷൻ കാണുമ്പോൾ കുറച്ചും കൂടി ഐഡിയ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്ത് അതിലെ ഒരു സ്റ്റോറി പോലെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്.